അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ റമളാനിൻ്റെ പുണ്യമേറിയ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് കൂടുതൽ ചൈതന്യവും അർത്ഥവും നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയും സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത തിരുമാതൃകയാണ് തഹജ്ജുദ് നിസ്കാരം. അടിമയെ യജമാനായ റബ്ബ് അവനിലേക്ക് അടുപ്പിക്കുകയും അവൻ്റെ പ്രാർത്ഥനകൾക്കും ഇരവുകൾക്കുമെല്ലാം കൂടുതൽ സ്വീകാര്യത നൽകുകയും ചെയ്യുന്ന നല്ലൊരു സമയമാണ് രാത്രിയുടെ അവസാന സമയങ്ങൾ. രാത്രി ഉറങ്ങി എഴുന്നേറ്റ ശേഷം തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാമെങ്കിലും സുബ്ഹിനോടടുത്ത സമയമാണ് ഏറ്റവും ഉത്തമമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളെ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് കാണാം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സുഖലോലുപരായി ഉറങ്ങുന്ന വേളയിൽ ഉറക്കിൽ നിന്നെല്ലാം അവർ ഉണർന്നെണീറ്റ് വന്ന് അള്ളാഹുവിൽ വളരെയധികം പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും അതോടൊപ്പം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും അവര് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്ന് ധാരാളമായി പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിനോട് യാചിക്കുന്നവരാണ് എന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളെ പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. തഹജ്ജുദ് നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് വലിയ ഊർജ്ജസ്വലതയും ഉന്മേഷവും നൽകുന്നുണ്ട്. ഒരു ദിവസത്തെ 24 മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അവനിലേക്ക് ലയിക്കാനും ഒരു അടിമ എന്ന നിലക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന സമയം കൂടിയാണ് രാത്രിയുടെ അവസാന സമയങ്ങൾ. വിശുദ്ധമായ റമളാനാകുമ്പോൾ തഹജ്ജുദ് നിസ്കാരം പതിവില്ലാത്തവർക്ക് അത് തുടങ്ങാനും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്താനും റമളാൻ നമുക്ക് അവസരം നൽകുന്നുണ്ട്. ജീവിതത്തിൽ നിലവിൽ അത് ശീലമുള്ളവർക്ക് ഊർജ്ജസ്വലതയോടുകൂടെ പൂർവാധികം വളരെ ഊർജ്ജസ്വലമായി ഉന്മേഷത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്താനും വിശുദ്ധ റമളാൻ നമുക്ക് അവസരം ഒരുക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.